ആത്മീയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ പാദങ്ങൾക്ക് ആത്മീയ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ദേവാലയങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പുകൾ ധരിക്കാൻ പാടില്ല എന്ന് എല്ലാ ആത്മീയതയിലും പ്രത്യേകമായിട്ട് എടുത്ത് നിഷ്കർഷിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദൈവാലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പള്ളി മറ്റേത് സ്ഥലമായിക്കോട്ടെ, അവിടെ പ്രവേശിക്കുമ്പോൾ ആ ദൈവികമായിട്ടുള്ള ആ ആലയത്തിൻ്റെ ഉള്ളിൽ ആ ദൈവിക ശക്തി വ്യാപരിക്കുന്നുണ്ട്. അതേത് ആത്മീയതയായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ആ ആലയത്തിനുള്ളിൽ വ്യാപരിക്കുന്ന ശക്തി ആ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്ന വ്യക്തിയുടെ കാലുകളിലൂടെ അവനിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവനിലുള്ള ശക്തി അത് തിരിച്ചും ഈ ദേവാലയത്തിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറഞ്ഞത്, നിൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതായത് പരിശുദ്ധമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെയുള്ള ആ പരിശുദ്ധി നമ്മളിലേക്ക് പ്രവേശിക്കും. അതേസമയം നമ്മൾ അശുദ്ധമായ ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെയുള്ള അശുദ്ധി നമ്മളിലേക്ക് പ്രവേശിക്കും. അത് ബൈബിളിൽ തന്നെ അതിനുള്ള ഉദാഹരണം പറയുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം അധ്യായം 3-ാം വാക്യം മുതൽ ഈ ഒരു സംഭവം എസെക്കിയേൽ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനിലേക്ക് ദൈവീയ ശക്തി പാദങ്ങളിലൂടെ അവൻ്റെ ശരീരം മുഴുവൻ നിറയുന്ന ഒരു അനുഭവമാണ് എസെക്കിയേൽ പ്രവാചകൻ ഈ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചും, അതായത് ഒരു മനുഷ്യനിലുള്ള ഒരു അശുദ്ധി ഉണ്ടെങ്കിൽ ഈ ദൈവീയ ശക്തി ആ മനുഷ്യനിലേക്ക് പാദങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ തിരിച്ചും ആ മനുഷ്യനിലുള്ള തിന്മയുടെ ശക്തി പാദങ്ങളിലൂടെ ഇറങ്ങിപ്പോകാറുമുണ്ട്. അതിൻ്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം എന്ന് തോന്നും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലൂടെ ഓടി നടക്കണമെന്ന് തോന്നും. അതിൻ്റെ വേറൊരു സംഭവങ്ങൾ അതായത് ഈ ധ്യാനം ശുശ്രൂഷയിൽ ചില ആളുകൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾ പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പാദങ്ങളിലൂടെ ഒരു ശക്തി കയറി വരികയും അതുപോലെ തന്നെ എന്നിൽ നിന്ന് എന്തോ ഒരു അദൃശ്യമായ ശക്തി എൻ്റെ പാദങ്ങളിലൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പലരും പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന വേറൊരു പ്രത്യേകത, ചെരുപ്പിടാതെ നടക്കുന്ന മനുഷ്യരിൽ ഒരു പ്രത്യേക ആത്മീയ ചൈതന്യം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് കരുതി ആരും ചെരുപ്പിടണ്ട എന്നല്ല. ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുന്ന മനുഷ്യരിൽ ഒരു പ്രത്യേക തരം ഒരു ആത്മീയതയും ഒരു ലാളിത്യവും അതോടൊപ്പം തന്നെ ഒരു ആത്മീയ ചൈതന്യമൊക്കെ പ്രത്യേകമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ വളരെ സിമ്പിളായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഒരു ശക്തിയൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഈ ചെരുപ്പും അല്ലെങ്കിൽ പാദങ്ങളുമായിട്ട് വലിയൊരു ഒരു ബന്ധമുണ്ട്, കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ ഷൂ ഇട്ട് കഴിയുമ്പോൾ ആ ഇടുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകത, ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ പ്രത്യേക ഒരു സുരക്ഷിതത്വ ബോധം തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു മനുഷ്യനിലുള്ള അവൻ്റെ ആത്മീയ ചൈതന്യം അവിടെ തങ്ങി നിന്ന് അവനെ ഒരു മിഥ്യാബോധത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണ്. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈ പറയുന്നത്
ഞാൻ ഈ വീഡിയോകളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിനിഗൂഢമായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങളാണ്. ഇതെല്ലാം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ എൻ്റെ അനുഭവങ്ങളും കൂടിയാണ്. താല്പര്യമുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ പരീക്ഷിക്കാം. അത് ഒരു ദിവസം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അനുഭവസ്ഥമാകണമെന്നില്ല. പക്ഷേ പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് കഴിയുമ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇനി മുതൽ ആത്മീയമായിട്ട് ഈശോയോട് വളരെ അടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ ഒക്കെ പോകുമ്പോൾ ചെരുപ്പ് പുറത്ത് വെച്ച് വളരെ ഭക്തിപൂർവം അകത്ത് പ്രവേശിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ചില പള്ളികളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് ഈ ചെരുപ്പൊക്കെ ഊരിയിടാൻ. അഥവാ ആ പള്ളിയുടെ അധികാരികൾ ആരെങ്കിലും വന്ന് പറയുകയാണ് ചെരുപ്പ് പുറത്തിടൂ എന്ന് പറഞ്ഞാൽ അവരോട് തട്ടിക്കീറുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കടുത്ത ആത്മീയ അജ്ഞതയും ആത്മീയ അന്ധകാരവും കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആളുകൾ ഈ ആത്മീയ അധികാരികളോട് പെരുമാറുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മോശയോട് ദൈവം പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ദൈവം നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമായതിനാൽ ആ പരിശുദ്ധി നമ്മിലേക്ക് കയറി വരുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദൈവം പറയുന്നത് നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്ന്. അല്ലാതെ ദൈവത്തിന് തൻ്റെ ആ ഒരു അധികാരം പ്രകടിപ്പിക്കാനോ ആധിപത്യം സ്ഥാപിക്കാനോ ഉള്ള ഒരു ശ്രമമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ആത്മീയ ജീവിതത്തിൽ പാദങ്ങൾക്കും ഒരു പ്രത്യേക സ്ഥാനമുണ്ട്